Here the Bible says, ഇവിടെ വേദപുസ്തകം പറയുന്നത്, if you seek her as silver, അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച്, and searchest for her as hid treasures, നിക്ഷേപങ്ങളെ പോലെ തിരയുന്നു എങ്കിൽ, then shalt thou understand the fear of the Lord, നീ യഹോവ ഭക്തി ഗ്രഹിക്കും, and find the knowledge of God. ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. When you search for her as for hid treasures, അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നുവെങ്കിൽ, അതെ, today ഇന്ന് we have got evil being spewed out of every source. നാം കാണുന്നത് ഓരോ ആത്മാക്കളിൽ നിന്നും ദുഷ്ടത നെയ്തു വരുന്നതായി. ഇന്റർനെറ്റ്, ബ്രൗസിംഗ് സെന്ററുകൾ, സെൽഫോൺ. How many calls is your daughter getting? നിങ്ങളുടെ മകൾക്ക് എത്ര കോളുകൾ വരുന്നുണ്ട്? I found out that a school girl, ഞാൻ അറിഞ്ഞത് ഒരു സ്കൂൾ പെൺകുട്ടിക്ക്, in a Christian family, ഒരു ക്രിസ്തീയ കുടുംബത്തിലെ കുട്ടിക്ക്, her monthly bill is about 600 rupees. അവളുടെ പ്രതിമാസ ബിൽ 600 രൂപയായിരുന്നു. സ്കൂൾ പെൺകുട്ടി. For her cell phone. അവളുടെ സെൽഫോണിന്റെ ബിൽ. Boys calling, ചെറുക്കന്മാർ വിളിക്കുന്നു. married people calling your daughter. വിവാഹിതരായ ആളുകൾ നിങ്ങളുടെ മകളെ വിളിക്കുന്നു. Every implement, എല്ലാ ഉപകരണങ്ങളും used for adultery, വ്യഭിചാരത്തിനായി ഉപയോഗിക്കപ്പെടുന്നു. the television, bringing all the sewage into your heart. എല്ലാത്തരം ഓടവെള്ളത്തെ നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു. The way of truth, വിശ്വസ്തതയുടെ മാർഗം, no, it's not to be found. ഇല്ല, അത് കാണപ്പെടുന്നില്ല. Today, ഇന്ന് I had to pray for a girl who was in great fear. വലിയ ഭയത്തിലായിരുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടിയിരുന്നു. This girl should be rejoicing. ഈ പെൺകുട്ടി സന്തോഷിക്കേണ്ടിയവളാണ്. But എന്നാൽ although she has got everything, അവൾക്ക് എല്ലാം തന്നെ ഉണ്ടായിട്ടും depression and fear, വിഷാദവും ഭയവും, even the medicine which is given to heal her does not seem to have any effect. സൗഖ്യത്തിനായി അവൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ പോലും ഫലിക്കുന്നില്ല. Now that is of course one of the fruit which we are reaping from our sins. നമ്മുടെ പാപം നിമിത്തം നാം കൊയ്യുന്ന അനന്തരഫലങ്ങളിൽ ഒന്നാണ് അത്. Fear, ഭയം, everywhere. എല്ലായിടത്തും. In one family, ഒരു കുടുംബത്തിൽ a mother said to me, ഒരമ്മ എന്നോട് പറഞ്ഞു, I was talking with somebody and I went inside because I said, where is my daughter? Where is my daughter? ഞാൻ ആരോടോ സംസാരിക്കുകയായിരുന്നു. പിന്നെ എന്റെ മകൾ എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് പോയി. When I went into the house, ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ I found her hanging. അവൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. She had committed suicide. അവൾ ആത്മഹത്യ ചെയ്തു. My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, is that the fruit which God wants us to reap today? ഇന്ന് നാം കൊയ്യേണ്ട ഫലം അതായിരിക്കണം എന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? No. ഇല്ല. The Lord is grieved കർത്താവ് വിഷമിക്കുകയാണ്. when you and your house suffers. നിങ്ങളും നിങ്ങളുടെ ഭവനം കഷ്ടപ്പെടുമ്പോൾ. But എന്നാൽ how much suffering I see. എത്ര കഷ്ടപ്പാടുകളാണ് ഞാൻ കാണുന്നത്. You know, after revival broke out, നിങ്ങൾക്കറിയാമോ, ഉണർവ് പൊട്ടി പുറപ്പെട്ടതിനു ശേഷം we could not meet with any chronic diseases amongst the converted.
transformed people. മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട ആളുകളിൽ മാറാത്ത രോഗങ്ങളെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. Their asthma was gone. അവരുടെ ആസ്തമ മാറിപ്പോയി. And some of those chronic diseases in their family had gone. അവരുടെ കുടുംബത്തിലെ ചില മാറാത്ത രോഗങ്ങളും പോയി. But today, എന്നാൽ ഇന്ന് when I preach in crowds like this, ഇതുപോലുള്ള ജനസമൂഹങ്ങളുടെ ഇടയിൽ ഞാൻ now പ്രസംഗിക്കുമ്പോൾ I have to pray for a strange disease. ഞാൻ ഒരു വിചിത്രമായ രോഗത്തിനായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. People tell me, ആളുകൾ എന്നോട് പറയുന്നു, wives tell me, ഭാര്യമാർ എന്നോട് my പറയുന്നു, husband died, എന്റെ ഭർത്താവ് മരിച്ചു, but nobody knew the disease from which he died. എന്നാൽ എങ്ങനെ മരിച്ചു എന്ന് ആർക്കും He അറിയില്ലായിരുന്നു. died of AIDS. അദ്ദേഹം എയ്ഡ്സ് രോഗത്താൽ Now I മരിച്ചു. have got that disease. ഇപ്പോൾ എനിക്ക് ആ രോഗം വന്നു. And my child has got that disease. എന്റെ കുട്ടിക്കും ആ രോഗം വന്നു. And so, അതിനാൽ what is the advice that is being given by social workers? സാമൂഹിക പ്രവർത്തകർ എന്ത് ഉപദേശമാണ് നൽകുന്നത്? Give condoms freely to the people. ജനങ്ങൾക്ക് ഗർഭനിരോധന ഉറ സൗജന്യമായി നൽകുക. How sad. എത്ര ദുഃഖകരം. No purity. വിശുദ്ധിയില്ല. The first thing that Jesus taught me യേശു എന്നെ പഠിപ്പിച്ച ആദ്യത്തെ കാര്യം was purity. വിശുദ്ധിയായിരുന്നു. Keep thyself pure. നിന്നെ തന്നെ വിശുദ്ധിയോടെ കാത്തുകൊള്ളുക. And I found ഞാൻ കണ്ടത് that people who had repented for their sin, തങ്ങളുടെ പാപങ്ങൾക്കായി അനുതപിച്ച ആളുകൾ they began to heal the sick. അവർ രോഗികളെ സുഖപ്പെടുത്തുവാൻ തുടങ്ങി. Even in these districts, ഈ ജില്ലയിൽ പോലും ordinary people, സാധാരണമായ ആളുകൾ God began to use them. ദൈവം അവരെ ഉപയോഗിക്കുവാൻ Now തുടങ്ങി. today, ഇന്ന് you know, it is only these big preachers who are called healers. വലിയ പ്രസംഗകരെ മാത്രമാണ് രോഗം ശമിപ്പിക്കുന്നവർ എന്ന് പറയപ്പെടുന്നത്. Now don't you believe that any man is a healer? ഏതൊരു വ്യക്തിയും രോഗം ശമിപ്പിക്കുന്നവനാണെന്ന് നിങ്ങൾ It is വിശ്വസിക്കുന്നില്ലേ? only Jesus Christ who heals you. അവനെ സുഖപ്പെടുത്തുന്നത് യേശു മാത്രമാണ്. Spirit, ആത്മാവും soul, ദേഹിയും and body. ദേഹവും. He heals you. അവൻ നിങ്ങളെ സുഖപ്പെടുത്തുന്നു. He heals your wounded spirit. നിങ്ങളുടെ പരിക്കേറ്റ ആത്മാവിനെ അവൻ You know how സുഖപ്പെടുത്തുന്നു. many people are dying from a wounded spirit? പരിക്കേറ്റ ആത്മാവിനാൽ എത്ര പേർ മരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? How many women tell me, എത്ര സ്ത്രീകൾ എന്നോട് പറയുന്നു, my husband left me എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു, and he has married another woman. അദ്ദേഹം മറ്റൊരു സ്ത്രീയെ വിവാഹം He has കഴിച്ചു, forgotten my children, our children. ഞങ്ങളുടെ കുട്ടികളെയും അദ്ദേഹം മറന്നു. Oh, how grieved I am when I hear that from a woman. ഒരു സ്ത്രീയിൽ നിന്നും ഇത് കേൾക്കുമ്പോൾ ഞാൻ എത്രമാത്രം ദുഃഖിതനാകുന്നു. My dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, in the 21st chapter of Revelation, വെളിപ്പാട് 21-ാം അധ്യായം this is, and the 8th verse, 8-ാം വാക്യം, this is what you will see. ഇതാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് വേദപുസ്തകം പറയുന്നു. The word of God says, ദൈവവചനം പറയുന്നു, here is a description of heaven, സ്വർഗത്തെ പറ്റിയുള്ള വിവരണം 7 and 8. 7ഉം 8ഉം വാക്യങ്ങൾ. 21st chapter of Revelation. വെളിപ്പാട് 21-ാം അധ്യായം. He who overcometh ജയിക്കുന്നവന് shall inherit all things, ഇത് അവകാശമായി ലഭിക്കും. and I will be his God, ഞാൻ അവന് ദൈവവും and he shall be my son. അവൻ എനിക്ക് മകനുമായിരിക്കും. But എന്നാൽ the fearful and unbelieving, ഭീരുക്കൾ, അവിശ്വാസികൾ, the abominable and murderers,
അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, whoremongers and sorcerers, ദുർനടപ്പുകാർ, ക്ഷൂത്രക്കാർ, and idolaters and all liars ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന shall have their part in the lake which burneth with fire and brimstone. ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. What? എന്ത്? Fearful, ഭീരുക്കളും unbelieving. അവിശ്വാസികളും. My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, in the tradition in which we have been born, നാം ജനിച്ച പാരമ്പര്യത്തിൽ we have believed all kinds of ancient stories. എല്ലാ പുരാതന കഥകളും നാം വിശ്വസിച്ചു. When you come to the cross of Jesus, നിങ്ങൾ യേശുവിന്റെ ക്രൂശിങ്കൽ വരുമ്പോൾ all your chains are broken. നിങ്ങളുടെ എല്ലാ ചങ്ങലകളും ഉടയും. Well, in those days, ആ ദിനങ്ങളിൽ when my father and I preached in these districts, ഈ ജില്ലകളിൽ എന്റെ പിതാവും ഞാനും പ്രസംഗിച്ചപ്പോൾ many smokers and drunkards were freed. അനേകം പുകവലിക്കാരും മദ്യപാനികളും വിടുവിക്കപ്പെട്ടു. But എന്നാൽ today we have drug addicts. ഇന്ന് നമുക്ക് മയക്കുമരുന്നിന് ശീലിച്ചവർ ഉണ്ട്. And even doctors are becoming drug addicts. ഡോക്ടർമാർ പോലും മയക്കുമരുന്നിന് ശീലമുള്ളവരാകുകയാണ്. And big sports people are becoming drug addicts. വലിയ കായിക താരങ്ങളും മയക്കുമരുന്നിന് ശീലമുള്ളവരാകുകയാണ്. And only the Lord Jesus Christ can free them from these addictions. ഈ ശീലങ്ങളിൽ നിന്നും കർത്താവായ യേശുവിന് മാത്രമേ വിടുവിക്കാൻ I കഴിയൂ. do not know what is destroying you and your family. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നശിപ്പിക്കുന്നത് എന്താണെന്ന് But എനിക്കറിയില്ല. how many women say to me, എത്ര സ്ത്രീകൾ എന്നോട് പറയുന്നു, my husband is a drunkard. എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, some of these young people who are earning a lot of money today, ഇന്ന് ധാരാളം പണം സമ്പാദിക്കുന്ന ചെറുപ്പക്കാരിൽ ചിലർ they feel that Friday, Saturday, Sunday is for drinking and partying. ചിന്തിക്കുന്നത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും മദ്യപിക്കാനും പാർട്ടിയിൽ സംബന്ധിക്കുവാനുമാണെന്ന്, And adultery. വ്യഭിചാരത്തിനുമെന്ന്. Whereas, എന്നാൽ when these young men come to the cross of Jesus, ഈ ചെറുപ്പക്കാർ യേശുവിന്റെ ക്രൂശിങ്കൽ വരുമ്പോൾ I see them becoming disciples. അവർ ശിഷ്യന്മാരായി മാറുന്നത് ഞാൻ കാണുന്നു. And then I പിന്നെ send them in the name of Jesus ഞാൻ അവരെ യേശുവിൻ നാമത്തിൽ അയക്കുന്നു. into Burma, ബർമയിലേക്കും into the borders of China, ചൈനയുടെ അതിർത്തിയിലേക്കും into Kashmir, കാശ്മീരിലേക്കും into the hardest places in the world. ലോകത്തിലെ ഏറ്റവും കഠിനമായ സ്ഥലങ്ങളിലേക്കും. Why? എന്തുകൊണ്ട്? When they see the great deliverance that comes from the cross, ക്രൂശിൽ നിന്നും വരുന്ന വലിയ വിടുതൽ അവർ കാണുമ്പോൾ they are ready to bear the cross. ക്രൂശ് വഹിക്കുവാൻ അവർ തയ്യാറാണ്. Now I want to tell everybody here who calls himself a ക്രിസ്ത്യൻ Christian, എന്ന് തങ്ങളെ തന്നെ വിളിക്കുന്ന ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പറയാൻ have ആഗ്രഹിക്കുന്നത്, you carried the cross? നിങ്ങൾ ക്രൂശ് വഹിച്ചിട്ടുണ്ടോ? Has your son and daughter borne the cross? നിങ്ങളുടെ പുത്രനും പുത്രിയും ക്രൂശ് വഹിച്ചിട്ടുണ്ടോ? Have they any burden to reach the billions of people in this country? ഈ രാഷ്ട്രത്തിലെ ശതകോടി ജനങ്ങൾക്കായുള്ള ഭാരം അവർക്കുണ്ടോ? Have they got any burden? അവർക്ക് എന്തെങ്കിലും ഭാരമുണ്ടോ? My dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, we have produced a dead Christianity. ഒരു മരിച്ച ക്രിസ്ത്യാനിത്വത്തെയാണ് നാം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. A Christianity without the love of God or the bearing of the cross. ദൈവസ്നേഹമോ ക്രൂസ് വഹിക്കുന്നതോ ഇല്ലാത്ത ക്രിസ്ത്യാനിത്വം.
Oh, let us bury that kind of Christianity. അത്തരത്തിലുള്ള ക്രിസ്ത്യാനിത്വത്തെ നമുക്ക് അടക്കം ചെയ്യാം. It stinks. അത് നാറുന്നു. It doesn't bring deliverance to India അത് ഭാരതത്തിന് വിടുതൽ കൊണ്ടുവരുന്നില്ല. or any of the neighboring countries. മറ്റു അയൽ രാജ്യങ്ങൾക്കും വിടുതൽ കൊണ്ടുവരുന്നില്ല. My dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, the Lord Jesus said, കർത്താവായ യേശു പറഞ്ഞു, when the Son doth set you free, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ you are free indeed. നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. I would have wasted my life. ഞാൻ എന്റെ ജീവിതത്തെ പാഴാക്കിയേനെ. Very early in my life, ജീവിതത്തിന്റെ I ആരംഭത്തിൽ began തന്നെ to go down to evil, എല്ലാ തിന്മയിലേക്കും ഇറങ്ങുവാൻ to തുടങ്ങി. uncleanness, അശുദ്ധിയിലേക്കും to dirty pictures. വൃത്തികെട്ട ചിത്രങ്ങളിലേക്കും. Oh, there would have been no hope for a boy like me. എന്നെപ്പോലെ ഒരു ബാലന് പ്രത്യാശ ഇല്ലാതെ പോയേനെ. If the Son of God sets you free, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ you are free indeed, നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. free to serve. സേവനം അനുഷ്ഠിക്കുവാൻ സ്വതന്ത്രർ. You know, friends, I'm no longer a young man, നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, ഞാൻ ഒരു യുവാവല്ല. about 60 years and 65 years I have preached the word of God. 65 വർഷങ്ങളായി ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നു. But today എന്നാൽ ഇന്ന് I feel I have done very little for God. ദൈവത്തിനായി വളരെ കുറച്ചു മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. I did not gather money for myself. ഞാൻ എനിക്ക് വേണ്ടി പണം ശേഖരിച്ചിട്ടില്ല. I spent all that God gave me for Him. ദൈവം എനിക്ക് നൽകിയതെല്ലാം ഞാൻ അവന് കൊടുത്തു. But എന്നാൽ I find that there are still many parts of this world without the truth of Jesus. ഞാൻ കാണുന്നത് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യേശുവിനെ കുറിച്ചുള്ള സത്യമില്ല. And it hurts me and grieves me അത് എന്നെ വേദനിപ്പിക്കുന്നു, എന്നെ ദുഃഖിപ്പിക്കുന്നു. when I see the simple people of this ഈ country രാജ്യത്തിന്റെ സാധാരണക്കാരായ ആളുകളെ ഞാൻ കാണുമ്പോൾ worshipping the works of their own hands. അവരുടെ സ്വന്തം കൈകളുടെ സൃഷ്ടി അവർ ആരാധിക്കുമ്പോൾ It has not dawned on them that they can't make God. അവരുടെ മനസ്സിൽ വന്നിട്ടില്ല അവർക്ക് ദൈവത്തെ സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന്. Of gold or of silver, സ്വർണം കൊണ്ടോ വെള്ളി you കൊണ്ടോ cannot make God. നമുക്ക് ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല. It is God who made you. ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. And it is Jesus who died for your sins. യേശുവാണ് നിങ്ങളുടെ പാപങ്ങൾക്കായി മരിച്ചത്. And He will make you a blessing. അവൻ നിങ്ങളെ ഒരു അനുഗ്രഹമായി മാറ്റും. You mother നിങ്ങൾ മാതാക്കളെ, and you father, നിങ്ങൾ പിതാക്കന്മാരെ, the spirit which is upon you നിങ്ങളുടെ മേലുള്ള ആത്മാവ് will be upon your children and your children's children. നിങ്ങളുടെ മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലുമായിരിക്കും. May God have mercy on all of us tonight. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് കരുണ കാണിക്കട്ടെ. We have done hardly anything for India. നാം ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. At least now, ഇപ്പോഴെങ്കിലും let us wake up നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം. and take up the cross ക്രൂശിനെ എടുത്തും കൊണ്ട് and be His true disciple. അവന്റെ യഥാർത്ഥ ശിഷ്യന്മാരായിരിക്കാം. I have chosen the way of truth, says the psalmist. ഞാൻ സത്യത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. May God help you to do the same. അത് തന്നെ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us tell God in our hearts, നമുക്ക് ദൈവത്തോട് പറയാം, oh God, ഓ ദൈവമേ, I too will choose the way of truth. ഞാനും സത്യത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കണം. No more lies coming out of my heart. ഇനിയും എന്റെ ഹൃദയത്തിൽ നിന്ന് നുണ പുറത്തു വരരുത്. No more lies coming out of my mouth. ഇനിയും എന്റെ വായിൽ നിന്നും നുണ പുറത്തു No വരരുത്. more kalatras, the false balance. ഇനിയും കള്ളത്രാസ് വേണ്ട. No more deceiving my wife.
എന്റെ ഭാര്യയെ വഞ്ചിക്കേണ്ട. Forgive me, Lord Jesus. കർത്താവായ യേശുവേ എന്നോട് ക്ഷമിക്കണമേ. Wash me from my sins. എന്റെ പാപങ്ങളിൽ നിന്നും എന്നെ കഴുകണമേ. Oh Lord. ഓ ദൈവമേ, How many lies I have spoken. എന്തുമാത്രം നുണകൾ ഞാൻ സംസാരിച്ചിരിക്കുന്നു. Turn my eyes away from beholding vanity. വ്യർത്ഥതയെ പിടിക്കുന്നതിൽ നിന്നും എന്റെ കണ്ണുകളെ മാറ്റണമേ. How much vanity has come into my heart. എന്തുമാത്രം വ്യർത്ഥതയാണ് എന്റെ ഹൃദയത്തിലേക്ക് വരുന്നത്. Forgive me, Lord Jesus. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. I have followed shadows. ഞാൻ നിഴലുകളെ പിന്തുടരുന്നു. I have worshipped all kinds of boys and girls. എല്ലാത്തരം പയ്യന്മാരെയും പെൺകുട്ടികളെയും ഞാൻ ആരാധിച്ചു. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Give me a new heart. എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ. Pray in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ The പ്രാർത്ഥിക്കുവിൻ. Lord Jesus will break every chain, every addiction. കർത്താവായ യേശു എല്ലാ ചങ്ങലയെയും എല്ലാ സാബല്യത്തെയും Dear പൊട്ടിക്കും. Lord, കർത്താവായ യേശുവേ, I pray that you will touch everyone ഇവിടെയുള്ള here. ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. God of truth and holiness. സത്യത്തിന്റെയും വിശുദ്ധിയുടെയും ദൈവം, God of love and power. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും ദൈവം, Move upon these dear people ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. and speak to them. അവരോട് സംസാരിക്കണമേ. Bring your blessing into their hearts and into their families. അവരുടെ ഹൃദയത്തിലും അവരുടെ കുടുംബത്തിലും അങ്ങയുടെ അനുഗ്രഹം നൽകണമേ. Oh, let them not reap thorns. അവർ മുള്ളുകളെ കൊയ്യരുതേ. The sins which the fathers have planted. പിതാക്കന്മാർ നട്ടിരിക്കുന്ന പാപങ്ങൾ. Oh, we want to taste your freedom. ഞങ്ങൾ അവിടുത്തെ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ We ആഗ്രഹിക്കുന്നു. want to be your disciples. അങ്ങയുടെ ശിഷ്യന്മാരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. So do thou bless these dear people. ആകയാൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. Hear our prayer. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. In Jesus' almighty name. യേശുവിന്റെ സർവശക്തിയുള്ള നാമത്തിൽ Amen. ആമേൻ.